പൃഥ്വിരാജിന്റെ റിലീസിന് ഒരുങ്ങുന്ന രണ്ട് സിനിമകളാണ് നോബഡിയും വിലായത്ത് ബുദ്ധയും. വിലായത്ത് ബുദ്ധ ടീസർ ഉൾപ്പെടെ റിലീസായതാണ്. വിലായത്ത് ബുദ്ധ നമുക്കറിയാം, അതിൻ്റെ ഒരു പുസ്തകം എല്ലാവരും വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, കാരണം അത്രയും പ്രചാരത്തിലുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിന്റെ തീം വളരെ രസകരമായ ഒരു തീമാണ്. സിനിമയിൽ ഇപ്പോൾ നമുക്ക് പുഷ്പയൊക്കെ ആയിട്ട് റിലേഷൻ ആ സിനിമയുടെ ടീസറിൽ തന്നെ പറയുന്നുണ്ട്. എന്തായാലും മലയാളത്തിൽ ഒരുപക്ഷെ അത്ഭുതം കാണിക്കാൻ സാധ്യതയുള്ള ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും വിലായത്ത് ബുദ്ധ. അതിനുശേഷം അദ്ദേഹം ചെയ്യുന്നത് നിസാം ബഷീറിന്റെ കൂടെ നോബഡിയാണ്. നോബഡി പോസ്റ്റർ റിലീസായിട്ടുണ്ടായിരുന്നു. നിസാം ബഷീർ അറിയാം, വളരെ വ്യത്യസ്തമായിട്ടും വളരെ ക്വാളിറ്റി ഉള്ളതുമായ സിനിമകൾ സമ്മാനിക്കുന്ന ഒരു സംവിധായകനാണ്. ഇപ്പം പൃഥ്വിരാജിന്റെ കൂടെ നോബഡിയുമായി അദ്ദേഹം ഒരുമിക്കുമ്പോൾ അതൊരു വലിയ സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെതായിട്ട് ഈ വർഷം തിയേറ്ററിൽ എത്തുമെന്ന് കരുതപ്പെടുന്ന രണ്ട് സിനിമകളാണ് നോബഡിയും വിലായത്ത് ബുദ്ധയും. ദെൻ അദ്ദേഹത്തിന്റെ തന്നെ ഖലീഫയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. വൈശാഖാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമ വിദേശത്താണ് ചിത്രീകരണം നടക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള സിനിമ സന്തോഷ് ട്രോഫിയാണ്. അപ്പോൾ സിനിമകളുടെ കാര്യത്തിൽ പൃഥ്വിരാജിന് വളരെ ഗംഭീരമായ ലൈനപ്പ് ഉണ്ട്. അദ്ദേഹത്തിന്റെ സംവിധാന സംരംഭം ഏതാണെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. ടൈസൺ ആയിരിക്കും അദ്ദേഹം അടുത്തായിട്ട് സംവിധാനം ചെയ്യാന്നൊക്കെ റൂമറുകളുണ്ട്. ടൈസൺ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയാണ്. അദ്ദേഹം തന്നെയാണ് ആ സിനിമയിലെ നായകനും. എന്തായാലും പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന 2-3 സിനിമകൾ വളരെയധികം പ്രതീക്ഷയുള്ളതുമാണ്. ക്വാളിറ്റി ഉണ്ടാവുമെന്ന് കരുതപ്പെടുന്ന സിനിമകളുമാണ്.